എടാ അനിയൻകുട്ടാ, എന്റെ കുട്ടിക്കാലത്ത് നമ്മുടെ ഗ്രാമത്തില് പട്ടാളത്തുനിന്ന് വന്ന കുറുപ്പണ്ണ മാത്രമേ സ്കൂട്ടർ ഉണ്ടായിരുന്നുള്ളൂ. നമ്മള് വാങ്ങിച്ച സ്കൂട്ടറിന്റെ അത്ര കളറൊന്നുമില്ല, ഒരു തരത്തിൽ പറഞ്ഞാ ഇത്ര ഭംഗിയുമില്ല. എനിക്കറിയാം, പട്ടാളം കുറുപ്പണ്ണന്റെ വണ്ടിയില്ലേ? അത് ഈ അടുത്ത കാലം വരെ ഉണ്ടായിരുന്നല്ലോ, ഒരു തവിട്ട് കളറ്. അത് തന്നെ. കുറുപ്പണ്ണ മോളെ വിളിക്കാനേ വയൽവഴിയിലൂടെ സ്കൂളിലേക്ക് സ്കൂട്ടറിൽ വരുമ്പോ ഈ സിനിമയിലൊക്കെ പാട്ട് കാണുന്ന പോലെ തോന്നുമായിരുന്നു. ആ സ്കൂട്ടർ കയറി പാറൂട്ടി പോകുമ്പോഴേ നമുക്ക് എന്തൊരു പത്രാസാണെന്നറിയോ? അതുപോലെ വല്യുകുഞ്ഞിന്റെ പുറകിലിരുന്ന് ഈ സ്കൂട്ടറിൽ എനിക്കും നമ്മുടെ ഗ്രാമത്തിലെ വയൽവഴികളിലൂടെ ഒന്ന് കറങ്ങണം. പറ്റിയാലേ ആ പാറൂട്ടിയുടെ മുമ്പിലൂടെ ഒന്ന് പോണം. ഓഹോ, അപ്പൊ എന്നങ്ങ് മറന്നല്ലേ? ഏയ്, നീ സ്കൂട്ടറിന്റെ ഫ്രണ്ടിലിരിക്കണം, ഈ കൊച്ചുകുട്ടിലൊക്കെ ഇരിക്കണ പോലെ. ഞാൻ അത്ര ചെറിയ കുട്ടിയൊന്നുമില്ല. എടാ, നീ ഈ ചേച്ചിയുടെ വല്യുഞ്ഞിന്റെ മോനല്ലേടാ. വേണ്ട വേണ്ട, സുഖിപ്പിക്കണ്ട. സ്കൂട്ടറിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ കറങ്ങണം, അത്രയല്ലേ ഉള്ളൂ. ആയിക്കോ, എനിക്ക് സന്തോഷല്ലേ ഉള്ളൂ ചേച്ചി. അതല്ല നിങ്കുട്ട എന്റെ സംശയം. വല്യുഞ്ഞിന് ഈ സ്കൂട്ടർ ഇഷ്ടാവോന്നാ. എന്താ സംശയം? ചേച്ചിയോട് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, നമ്മൾ വാങ്ങിച്ച സ്കൂട്ടർ സൂപ്പറാ ചേച്ചി. ഇഷ്ടായാ മതിയായിരുന്നു. അല്ല, ചോദിക്കാതെ വാങ്ങിയതിന് വഴക്ക് പറയോ? സോറി ചേച്ചി, എനിക്കതിൽ യാതൊരു ഗ്യാരണ്ടി ഇല്ല. ഒരു അനുഭവം ഉണ്ടല്ലോ. ഇന്ന് നമ്മുടെ വല്യുവിനെ കാത്തിരിക്കുന്നത് 2 സർപ്രൈസുകളാ. 2 സർപ്രൈസുകളോ? ഒന്ന് സ്കൂട്ടർ. അതിനേക്കാൾ വലിയ സർപ്രൈസ് അല്ലേ ചേച്ചിയെ അഖിലമ്മയുടെ മൂത്ത മരുമകളെ അംഗീകരിച്ചെന്നുള്ള കാര്യം. നീ എന്തൊക്കെയാ നിങ്ങോട്ടേ പറയണേ? അഖിലമ്മയുടെ എന്നെ മൂത്ത മരുമകളായിട്ട് അംഗീകരിച്ചു എന്ന് നമുക്ക് തോന്നിയതല്ലേ? അതൊക്കെ പൂജ കഴിഞ്ഞിട്ടേ പറയാൻ പറ്റുള്ളൂ. ഒന്നുമില്ല, അത് അംഗീകരിച്ചെന്റെ ലക്ഷണം തന്നെയാ. അല്ലെങ്കിൽ ചേച്ചിയെ കൊണ്ട് അഖിലമ്മയുടെ പൂജ ചെയ്യിക്കാൻ തയ്യാറാവോ? അനികുട്ടാ, ദേ, നീ എഴുതാപ്പുറൊന്നും വായിക്കണ്ട. വല്ലുവിനെ കാണുന്നില്ലല്ലോ. ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. ബെല്ലുണ്ട്. കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. ചെലപ്പോ ഇങ്ങോട്ട് വരെയായിരിക്കും. നിനക്ക് ഉറക്കം വരുന്നുണ്ടോ? എന്നാ പോയി ഉറങ്ങ്. വേണ്ട, വല്യുഞ്ഞ് വന്ന് സ്കൂട്ടർ കാണിച്ചിട്ട് ഞാൻ ഉറങ്ങുന്നുള്ളൂ. അത് മാത്രല്ല, സ്കൂട്ടർ വാങ്ങിയതിനൊരു ട്രീറ്റ്, ചേച്ചി മരുമകളെ അംഗീകരിച്ചെന്നുള്ള സന്തോഷത്തിന് അടുത്ത ട്രീറ്റ്. ആ എഗ്രിമെന്റ് സൈൻ ചെയ്യിപ്പിച്ചിട്ട് ഞാൻ ഇന്ന് ഉറങ്ങുന്നുള്ളൂ. നീയാള് കൊള്ളാലോ. ഇപ്പൊ മനസ്സിലായി നീ അത്രക്ക് ചെറിയ കുട്ടിയൊന്നും അല്ലാന്ന്. അരവിന്ദ്, 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 എന്തെങ്കിലും ഒന്ന് പറ. എവിടാ അരവിന്ദ്? അരവിന്ദ്, 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 എണീക്ക്. എന്തടി? എനിക്കെന്തോ പേടിയാവുന്നു. ഞാനേ എനിക്കെന്തോ സ്വപ്നം കാണുന്നു. പകല് മൊത്തം കഥ വായന, രാത്രി ഉറങ്ങാനും സമ്മതിക്കില്ലെന്ന് വെച്ചാ. അരവിന്ദ്, അതല്ല,
ഏതല്ലാന്ന് പകല് വല്ല പ്രേതാതി വാങ്ങിച്ചിട്ട് രാത്രി കിടന്ന് സ്വപ്നം കാണും. അതെ, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ഇവിടെ മൊബൈല് ഒച്ചടിച്ച് വാങ്ങിച്ചിട്ട് പോരാഞ്ഞത് ഇപ്പൊ മൊബൈലിൽ ഒരു ഈറീടും കൊന്നു തുടങ്ങിയിട്ടുണ്ട്. സ്വിച്ച് ഓഫ് ആക്കി. ഇനി കിടന്ന് ഉറങ്ങിക്കോ. ഹനുമാനെ പ്രാർത്ഥിച്ചു കിടന്നാ മതിട്ടാ. ഫോൺ എവിടെ? നിന്റെ ഫോൺ ഞാൻ ഓഫ് ചെയ്യും. നീ ഫോൺ ഉപയോഗിക്കണ്ട. ഈശ്വര, നേരെ എത്രയായല്ലോ. വല്യുകുഞ്ഞ് ഇതുവരെ ഈശ്വര. അനികുട്ടാ വല്യുഞ്ഞ് വന്നു ചേച്ചി. സ്കൂട്ടറിന്റെ താക്കോലെവിടെ? അനികുട്ടാ, വല്യുഞ്ഞ് ഇതുവരെ വന്നിട്ടില്ല. ഈശ്വര, മണി 2 ചേച്ചി, വല്യുഞ്ഞ് ഇത്രയും നേരം? എനിക്കറിയില്ല അനിയൻകുട്ടാ. ഈശ്വര, മൊബൈല് സ്വിച്ച് ഓഫാ. നീ ഒന്നുകൂടെ വിളിച്ചു നോക്ക്. ചേച്ചി, എന്താ? സ്വിച്ച് ഓഫാ. അനിയുട്ടാ, വല്യുവിന് ഒരിക്കലും മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെക്കില്ല. എന്റെ വല്യുവിന് എന്തോ ആപത്ത് വന്നിട്ടുണ്ട്. ചേച്ചി വെറുതെ കരയാതെ. വല്യുവിന് ഒരു ആപത്തും വരില്ല. ഇല്ല, വല്യുവിന് ഇത്രയും വൈകില്ല. വൈകിയാലും എന്നോട് പറയാതിരിക്കില്ല. എനിക്കെന്തോ വല്ലാത്തൊരു പേടി. ഞാൻ അനിയകുഞ്ഞിനൊന്ന് വിളിക്കാം. അത് സ്വിച്ച് ഓഫാ. ഈശ്വര, അന്തര മാഡത്തിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ. ചേച്ചി കരയില്ലേ? അന്നത്തെ പോലെ ചിലപ്പോ അഖില മേഡത്തിനെ കാണാൻ തൃച്ചംബരത്തേക്ക് പോയതാണെങ്കിലോ വല്യുഞ്ഞ്. അല്ല, അങ്ങനെ ആവാലോ. എന്നാലും വല്യുഞ്ഞ് എന്നോട് പറയാതെ. ഞാനൊന്ന് പോയി നോക്കിട്ട് വരാം ചേച്ചി. വേണ്ട അനിയൻകുട്ടാ, നീ ഇവിടെ തന്നെ നിക്ക്. ഞാൻ പോയി നോക്കിട്ട് വരാം. ചേച്ചി, ഞാനും കൂടെ. വേണ്ട, നീ ഇവിടെ തന്നെ നിന്നാ മതി. ഞാൻ പോയിട്ട് വരാം. ഇടയ്ക്ക് വല്യുഞ്ഞ് വന്നാ നമ്മളെ കാണാണ്ട് വിഷമിക്കരുതല്ലോ.
ആരായിരിക്കും? ആരാ ഈ രാത്രിയില്? അറിയില്ല. ഈ നേരത്തൊരു കോളിംഗ് ബെൽ. ഇനിയിപ്പോ ചേച്ചിയുടെ ഇളയച്ചനായിരിക്കോ? ആരാന്ന്? കല്യാണി, എന്താ കല്യാണി? അത് വല്യൂഞ്ഞ് ഇവിടെ വന്നോന്നറിയാൻ വന്നതാ. ആനന്ദ് ഇവിടെ വന്നോന്നോ? എന്താ പ്രശ്നമുണ്ടല്ലോ? മാഡം, വല്യൂഞ്ഞിനെ കാണാനില്ല. ആനന്ദിനെ കാണാനില്ലെന്നോ? എന്താ കല്യാണി പറയുന്നത്? കൃഷ്ണേട്ടാ, സർ, രാവിലെ ജോലിക്ക് പോയിട്ട് ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. ഫോണിൽ വിളിച്ചിട്ട് അത് സ്വിച്ച് ഓഫാ. അതുകൊണ്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. അതിന് നീ ഇങ്ങോട്ട് വന്ന എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ആരാ? എനിക്ക് മനസ്സിലായില്ല. അഖില, പാതിരാത്രിയിൽ തൃച്ചംബരത്തിന്റെ വാതില് തട്ടി വിളിക്കത്തക്കവണ്ണം നിനക്ക് തൃച്ചംബരമായിട്ട് എന്തു ബന്ധമുള്ളത്? സർ, എന്ത് സ്ഥാപിക്കാനൊന്നും വന്നതല്ല ഞാൻ. എന്റെ ഭർത്താവിനെ തേടി വന്നതാ. അതെ, പാതിരാത്രിക്ക് നിന്റെ ഭർത്താവിനെ തേടി വരാനുള്ള വീടല്ലിത്. അത് ഭർത്താവ് നേരത്തിനും കാലത്തിനും വീട്ടിൽ വന്നില്ലെങ്കിൽ നീ പോയി. വിലാസിനെ, സർ, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. എവിടെ പോയി അന്വേഷിക്കണമെന്ന് എനിക്കറിയില്ല. കരയാതെ കല്യാണി. അവനെന്തെങ്കിലും മീറ്റിംഗിന് മറ്റോ പോയപ്പോ വൈകിയതായി. നീ ഒന്ന് സമാധാനമായിട്ടിരിക്കെ. അല്ല, തൃച്ചംബരത്ത് വന്ന് പരാതി പറയാൻ ഇതെന്താ പോലീസ് സ്റ്റേഷനാണെന്ന് കരുതിയോ? അതുമല്ല, ഈ വീടിന്റെ മുറ്റത്ത് കാലുകുത്താൻ എന്ത് യോഗ്യത നിനക്കുള്ളത്? അവളുടെ യോഗ്യത എന്താണെന്ന് നിനക്കറിയില്ലായിരിക്കും, പക്ഷെ എനിക്കറിയാം. തൃച്ചംബരത്തെ ഔദാര്യം ചോദിക്കാൻ വന്നതൊന്നുമല്ല ഞാൻ. എന്റെ വല്യ കുഞ്ഞിവിടെ വന്നോന്നറിയാനാ. അതിന് കാരണം എന്റെ ഭർത്താവിന്റെ വീട് ഇതായതുകൊണ്ടാ. കരുതലുള്ളൊരു ഭർത്താവ് കൂടെയുള്ളതിന്റെ സുരക്ഷിതത്വം എന്താണെന്ന് ഒരുപക്ഷെ മാഡത്തിന് മനസ്സിലാവില്ലായിരിക്കും. ഏയ് നിർത്ത്. ആ സമയത്ത് ഇവിടെ വന്ന് ഇവിടെയുള്ളവരെ വിളിച്ചുണർത്തി സാരോപദേശം വിളമ്പാതെ ഇറങ്ങിപ്പോവാൻ നോക്ക്. ഇവിടെ നിന്റെ വലിയ കുഞ്ഞുമില്ല, നിന്റെ ഭർത്താവുമില്ല. ഞാൻ പോവാ. രാത്രി വന്ന് ബുദ്ധിമുട്ടിച്ചതിന് മാപ്പ്. ഞാൻ വന്നത് ഈ താലിയുടെ ബലത്തിലാ. നിന്റെ കഴുത്തിൽ താലി കെട്ടിയത് തൃച്ചംബരത്ത് ആനന്ദ് കൃഷ്ണനാണെന്നുള്ള ബലത്തിലാണെങ്കിൽ ഇനി അത് വേണ്ട. അവൻ ഇറങ്ങിപ്പോയപ്പോ പിണ്ടം വച്ച് ബലിതർപ്പണം നടത്തി ഞാൻ എന്റെ മനസ്സിൽ. മനസ്സിലായില്ലേ?
ചേച്ചിയുടെ മനസ്സിൽ ആനന്ദ് ചത്തൂന്ന്. ജയിക്കില്ല നീ ഒരിക്കലും. ശരിയാ, ഞാൻ ജയിക്കില്ലായിരിക്കും. പക്ഷെ കൂടെ നിൽക്കുന്നവരെ ചതിക്കില്ല ഞാൻ. പോവാ ഞാൻ. നന്ദി. അഖില, ഒരു നിമിഷത്തെ എടുത്തുചാട്ടം ഒരായുസിന്റെ നഷ്ടം സമ്മാനിച്ചെന്ന് വരും. ആ പോയത് നിന്റെ ആരുമല്ലായിരിക്കും, പക്ഷെ എന്റെ മകൻ താലി കെട്ടിയ പെണ്ണാണത്. അതൊക്കെ പോട്ടെ, നിനക്ക് കുറച്ചുനാൾ അന്നം വെച്ച് വിളമ്പിയതാ അവള്. ആ നെഞ്ചൊന്ന് ഉരുകി ശമിച്ച തീരും നിന്റെ പ്രൗഢിയും സിംഹാസനവും ഒക്കെ. ഒരു നിമിഷം കൊണ്ട് വെന്ത് വെണ്ണീറാകുമല്ല. ഇതിലെന്തോ കള്ളത്തരമുണ്ട്. അവളുടെ നാവിന്റെ ബലം കണ്ടില്ലേ? അഹങ്കാരി. ഇത് കുടിക്കേച്ചി. ഇന്നലെ മൂലം ഒന്നും കഴിക്കാതിരിക്കല്ലേ. വേണ്ട നീങ്ങൂട്ട. ചേച്ചി വല്യുഞ്ഞ് വരും ചേച്ചി. ചേച്ചി ഇത് കുടിക്കേ. വല്യുഞ്ഞ് എന്നോട് പറയാതെ എങ്ങോട്ട് പോവില്ല നീങ്ങൂട്ട. ഫോൺ പോലും വിളിച്ചിട്ട് എടുക്കുന്നില്ല. ഇന്നലെ നമ്മൾ എന്ത് സന്തോഷത്തിലായിരുന്നു ചേച്ചി. ചേച്ചിയുടെ സന്തോഷം എപ്പോഴും ഇങ്ങനെ കണ്ണടച്ച് തുറക്കുന്ന ആയുസേ ഉണ്ടാവൂ അതിന്. ഓരോ സങ്കടങ്ങൾ തീരുമ്പോഴും വിചാരിക്കും ഇതോടെ സങ്കടങ്ങൾ അവസാനിക്കുമെന്ന്. ചേച്ചി അനിയൻകുട്ട, നമുക്ക് സങ്കടങ്ങൾ പറയാൻ പോലും ആരുമില്ലല്ലോടാ. ഇങ്ങനെ ഓരോരോ ജന്മങ്ങള്. ചേച്ചി എഴുന്നേറ്റ് വാ, അകത്തേക്ക് പോവാ. വാ പ്ലീസ്.